ഒരു ദേശം നശിക്കപ്പെടാതിരിക്കാൻ, ഒരു കുടുംബം നശിക്കപ്പെടാതിരിക്കാൻ ദൈവം ഒരു വ്യക്തിയെ അന്വേഷിക്കുകയാണ്. ഈ വ്യക്തിയുടെ റോള്, ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട പണിയാൻ, അല്ലെങ്കിൽ ആ കോട്ടയുടെ വിള്ളലിൽ, അതിൻ്റെ വിള്ളലിൽ നില ഉയർപ്പിക്കാനുള്ള ഒരു വലിയ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുന്നതിന് ചില വ്യക്തികളെ ദൈവം ചില ദൗത്യത്തോടുകൂടെ തിരഞ്ഞെടുക്കും. എസെക്കിയേലിൻ്റെ പ്രവചനം 22-ാം അധ്യായം 30-ാം തിരുവചനം വായിക്കുകയാണ്. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. ഒരു കുടുംബം തകരാതിരിക്കാൻ, ഒരു ദേശം തകരാതിരിക്കാൻ ദൈവം ചില മനുഷ്യരെ പ്രത്യേകമാവണ്ണം തെരഞ്ഞെടുക്കും. ഇതൊരു വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവപ്രവർത്തികൾ ഈ മണ്ണിൽ, ഒരു കുടുംബത്തിൽ, ഒരു ദേശത്ത് സംഭവിക്കപ്പെടാൻ വേണ്ടി ദൈവം ചില വ്യക്തികളെ തെരഞ്ഞെടുക്കും. ആ വ്യക്തികൾക്ക് വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്ന പേരാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ. ആരാണ്? പറഞ്ഞേ. മധ്യസ്ഥ പ്രാർത്ഥനക്കാർ. പറഞ്ഞേ. ഇന്റർസെസറി പ്രെയർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ, മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ. അപ്പോൾ വചനം പഠിപ്പിച്ചത്, എസെക്കിയേലിന്റെ പ്രവചനം പറയുകയാണ്, ഞാൻ ഇതാ ചിലരെ അന്വേഷിച്ചു. എന്തിനു വേണ്ടി? ഒരു ദേശം നശിക്കാതിരിക്കാൻ, ഒരു കുടുംബം നശിക്കാതിരിക്കാൻ, എനിക്ക് വേണ്ടി ആ വിള്ളലിൽ നില ഉയർപ്പിക്കാൻ, ആ ഭാരത്തിനിടയിൽ നിലനിൽക്കാൻ, ഈ കഷ്ടതയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ചില ആളുകളെ ദൈവം തിരഞ്ഞെടുക്കും. വിശുദ്ധ ഗ്രന്ഥം അവർക്ക് കൊടുക്കുന്ന പേരാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ നിന്ന് അവര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഈ ഞെരുക്കത്തിന്റെ നടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലേ? ടു സ്റ്റാൻഡ് ഫോർ, അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനിടയിൽ, ഈ വിള്ളലിൻ്റെ ഇടയിൽ, ഞെരുക്കത്തിൻ്റെ ഇടയിൽ നില ഉയർപ്പിച്ച് നീ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു വിളി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു വിളി കിട്ടിയിട്ടുണ്ട്.